പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താൻ അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. മാത്രവുമല്ല, ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നും ഇഷയുമായുള്ള ജീവിതം മുന്നിലേക്ക് വീണ്ടും തുടങ്ങണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതേ തുടർന്ന് ഇഷയെ ഫോൺ ചെയ്തുകൊണ്ട് ഉടൻ തന്നെ തനിക്ക് ഇഷയെ കാണണം എന്നും മാത്രവുമല്ല, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയാണ് ഞാനിപ്പോൾ എല്ലാ സമയവും ആലോചിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ഇപ്പോൾ മാനേജ് ചെയ്യാൻ. എടുത്തുചാടി ഓരോന്ന് ചെയ്താൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ കാര്യങ്ങൾ കുളമാക്കരുത് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഇഷ, നിനക്കെൻ്റെ സന്തോഷം എത്ര വലുതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. അല്ലാതെ ഒന്നും തന്നെയല്ല. കാര്യങ്ങൾ നീ മനസ്സിലാക്കണം. എനിക്ക് അച്ഛനാകാൻ പോകുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്ര അളവിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇത്രയധികം സന്തോഷിക്കുന്നത്. എന്തായാലും നാളെ എനിക്ക് നിന്നെ കാണണമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എന്തായാലും നാളെ ആവട്ടെ. അഭിഷേകിന്റെ സ്വാതന്ത്ര്യം തടയുന്നതിനായി ഞാൻ തയ്യാറല്ല. അഭിഷേക് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേ സമയം അഭിഷേകിന്റെ സന്തോഷം കാണുന്ന ദേവബാല ചൂട് ചായ മുഖത്തൊഴിച്ചിരിക്കുകയാണ്. ഇതോടെ ഞെട്ടിയുണരുന്ന അഭിഷേകിനോട്, ഞാനല്ലാതെ മറ്റൊരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇത് എൻ്റെ വാശി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതോടെ നീ ചായ എൻ്റെ മുഖത്തേക്ക് റായോടി, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ തല്ലുന്നതിനായി കയ്യോങ്ങുകയാണ്. പക്ഷേ അത് തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ദേവരാജൻ വരികയും, എൻ്റെ മകളെ ഉപദ്രവിക്കാനല്ല നിനക്ക് വിവാഹം ചെയ്തു തന്നത്, അത് നീ മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ മകളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഞാനിങ്ങനെ കണ്ടു നിൽക്കും എന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ മകളെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ. ഇവിടെയുള്ള ആർക്കും അവളെ വേണ്ട എന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഇവളുമായിട്ട് ജീവിതമോ ഒരു ദിവസം പോലും ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇനി അത് മാറുകയില്ല. ഇവളേക്കാൾ നല്ലൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ച് ജീവിക്കും. അത് അധികം വൈകാതെ തന്നെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് തടയാൻ പറ്റുന്നത് ചെയ്തു കാണിക്കേ എന്ന് പറഞ്ഞ് അഭിഷേക് പോയതിനെ തുടർന്ന് അവന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. അല്ലാതെ കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ദേവരാജന്റെ മകൾ, പ്രതികാരം ഞാനും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവൻ എൻ്റെ കൂടെ താമസിക്കുക തന്നെ വേണം. മറ്റൊരു വഴിയും ഇല്ല എന്ന് അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൾ, അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോൾ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് അഭിഷേകിനെ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് സത്യം. ഇത് കേട്ടതിനെ തുടർന്ന്
ഇനി എന്തു ചെയ്യണമെന്ന ചോദ്യം ദേവരാജന്റെ മുന്നിലും ബാക്കിയാകുന്നു. തൻ്റെ മകളെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അവളെ രക്ഷിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് അയാൾ നീക്കുന്നത്. എന്നാൽ ഇതേ തുടർന്ന് അഭിഷേക് ഇഷയെ കാണുന്നതിനായി വന്നെത്തുകയാണ്. ഇഷയോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന അഭിഷേക്, നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ ഞാനിപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ കാര്യം കേൾക്കുന്നത് വളരെയധികം സന്തോഷം നൽകുകയും ചെയ്യുന്നു ഇഷയ്ക്ക്. പക്ഷേ രാഹുൽ അവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്ന ചോദ്യം വീണ്ടും ഇഷയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.